ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ലഞ്ച് വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾ ഇഷ്ടമായാൽ മറക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. റെസിപ്പികളൊക്കെ ഇഷ്ടമായാൽ ഒരു ലൈക്കും പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു കമൻസൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഗാർഡൻ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അവിടെ നിന്ന് കുറച്ച് രമ്പലയും കറിവേപ്പിലയും കാന്താരി മുളകൊക്കെ എടുത്തിട്ട് കിച്ചണിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആ ഒരു ഉച്ചത്തേക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐറ്റംസൊക്കെ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസൊക്കെ കഴുകി ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞു ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിയൊക്കെ വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോൾ കേട്ടോ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുന്നത്. അതിലേക്ക് ഒരു 4 സവാളാണ് സ്ലൈസാക്കി മുറിച്ചത് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അടപ്പോ ചടച്ചിട്ട് ഒന്ന് കുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 പിന്നെ പകുതി അല്ലെങ്കിൽ ചെറിയൊരു സവാള ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിനൊന്ന് മുറിച്ചതാണ് കേട്ടോ, അതും കൂടെ ചേർത്തെടുക്കാം. പിന്നെ ഒരു 2.5 കപ്പ് കൈമ റൈസ് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചതാണ്. ഞാൻ കുതിർത്തെടുത്തിട്ടില്ല, കഴുകി ഉടനെ തന്നെ ഊറ്റി വെച്ചതാണ് കേട്ടോ, അതും കൂടെ ചേർത്തെടുക്കാം. പിന്നെ ഒരു റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. എപ്പോഴും നമ്മൾ ഒരു ബിരിയാണിക്കായിരുന്നാലും ഗീ റൈസിനൊക്കെ ആയിരുന്നാലും റൈസ് ഇതുപോലെ കഴുകി ഊറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നെയ്യിൽ വറുത്തെടുക്കണം. അതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പെർഫെക്റ്റായിട്ട് റൈസ് കിട്ടുക എന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ ഒന്ന് കുഴഞ്ഞു പോകാനാണ് ചാൻസ് കൂടുതൽ. എന്നിട്ട് നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ്. 2.5 കപ്പ് റൈസിന് 5 കപ്പ് വെള്ളം, 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന അളവിൽ ഒരു 2.5 കപ്പ് റൈസിന് 5 കപ്പ് വെള്ളം ഒരു രമ്പയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടപ്പൊന്ന് അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 6-7 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തെടുക്കാം. ഒരു രമ്പയിലും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയിടണം കേട്ടോ, അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അത് ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ഒരു റൈസ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമ്മൾ അടപ്പൊന്ന് മാറ്റി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒരു 6-7-8 മിനിറ്റ് വരെയൊക്കെ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് നമ്മൾ പോട്ടിലൊക്കെയാണ് നമ്മൾ റൈസ് തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോഴാണ് റൈസ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇനി ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ള കാന്താരി മുളകാണ് ഒരു 7 എടുത്തിട്ടുണ്ട് അതും, പിന്നെ ഒരു രമ്പലയും 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ തൈരും കൂടി ചേർത്തെടുക്കാം. വെള്ളം ഒഴിക്കുന്നില്ല. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മസാല നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് തേച്ചൊന്ന് പിടിപ്പിക്കുക. ഞാൻ ഇവിടെ ഒരു 1/4 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു ബോൺലെസ് പീസ് ചിക്കനാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് തേച്ചൊന്ന് പിടിപ്പിക്കുക. അപ്പം ബാക്കി നമ്മൾ റൈസും ആ ഒരു ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഈ ഒരു മസാല കയറൊന്ന് പിടിച്ചിട്ട് ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഒരു ഇഞ്ചിയും, വെളുത്തുള്ളിയും, പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് സോട്ട വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കിലോ ചിക്കനാണ്, അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് ഇതിലെടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും കൂടെ നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം മാഗി ക്യൂബിനെ ചേർത്തെടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരിക്കലും ഞാൻ പറയുന്നില്ല അത് ചേർക്കണമെന്ന്. പിന്നെ ഇതാ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഒരു വെറൈറ്റിക്ക് വേണ്ടി ചേർത്തുന്നത് മാത്രമല്ല കേട്ടോ ആ ഒരു മാഗി ക്യൂബ്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യമുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് ആ ഒരു ടൈം കൊണ്ട് റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ കറി. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതാ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും കൂടെ ഒന്ന് വറുത്ത് ആ ഒരു റൈസിനത്തേക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന്
അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ. ഇനി ഇതാ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ആവശ്യം പോലെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു മസാല നമ്മൾ കോട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു ചിക്കൻ നമ്മൾ ഫുള്ളായിട്ട് മൊത്തത്തിലങ്ങ് വെച്ചിട്ട് കവർ ചെയ്ത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ തുറന്ന് വെച്ച് ഒരു അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഡ്രൈ ആക്കി എടുത്താലും നല്ലൊരു ചിക്കൻ ഫ്രൈ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണയിലൊന്ന് മുക്കി പൊരിച്ച് കോരിയെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇതുപോലെ ഒന്ന് ഗ്യാപ്പിട്ടൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് എടുക്കാൻ സമയമാകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മോന് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്തതാണേ. ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊതിച്ചോറാക്കിയിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ. ഈ വീഡിയോ റെസിപ്പി നിങ്ങൾ ഇഷ്ടമായാൽ മറക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.